പ്രിയമുള്ളവരെ, ആവൈ മരിയയ്ക്ക് എന്നൊരു അതിഥിയുണ്ട്, ശ്രീ പോൾസൺ പവരറ്റി. ഈ യു എക്കകത്ത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ, നിരവധി ഭക്തിഗാനങ്ങളിലൂടെ, കവിതകളിലൂടെ ക്രിസ്തീയ ശ്രോതാക്കളുടെയും ക്രിസ്തീയ ജനങ്ങളുടെയും മുന്നിൽ അറിയപ്പെടുന്ന ശ്രീ പോൾസൺ പവരറ്റി. അദ്ദേഹത്തിൻ്റെ കവിതകൾ, അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇന്ന് യു എക്കകത്തുള്ള എല്ലാ വിഭാഗത്തിലുള്ള ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹമാണ് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ. ഹായ്. ശ്രീ പോൾസൺ പവരറ്റി, എത്ര കാലമായി യു എക്കകത്ത് എത്തിയിട്ട്? ഞാനിവിടെ 24ാമത്തെ വർഷമാണ് യു എയിൽ. 24 വർഷം കഴിഞ്ഞിരിക്കുന്നു. 24 വർഷം. ഈ 24 വർഷങ്ങൾ, ഈ 24 വർഷത്തിൻ്റെ ഇടയ്ക്ക് താങ്കൾ എങ്ങനെയാണ് ഈ ക്രിസ്തീയ രംഗത്ത് ഇത്രയും ഡീപ്പായിട്ട് ഇറങ്ങാൻ സാധിച്ചത്? ഞാൻ ഇത്തരം രംഗങ്ങളിൽ ഡീപ്പായിട്ട് ഇറങ്ങിയിട്ട് അധികം വർഷങ്ങളായിട്ടില്ല. വളരെ എളിയ രീതിയിൽ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. എളിയ രീതിയൊന്നുമല്ല. ഞാൻ താങ്കളുടെ ഒരുപാട് ലേഖനങ്ങൾ, ഒരുപാട് കവിതകൾ, അതുപോലെ തന്നെ താങ്കൾ ശാലോം ടിവിക്ക് വേണ്ടി, ശാലോം മാഗസിന് വേണ്ടി എന്തൊക്കെ രചന നടത്തിയിട്ടുണ്ടല്ലോ. ഉവ്, ഞാൻ ശാലോം മാഗസിനിൽ 2003 മുതൽ ലേഖനങ്ങൾ എഴുതാറുണ്ട്. ഏതൊക്കെ കവിതയാണ് താങ്കൾ ശാലോം മാഗസിന് വേണ്ടി എഴുതിയിട്ടുള്ളത്? ശാലോം മാഗസിനിൽ എഴുതിയത് കവിതകളല്ല, ലേഖനങ്ങളാണ്. ലേഖനങ്ങളാണ്. അതെ. 2003 ഞാൻ ആദ്യമായിട്ട് എഴുതിയ ലേഖനം എന്ന് പറയുന്നത് അബൂക്കായുടെ കണ്ണുനീരും എൻ്റെ മാരുതി കാറും. ഇതാണ് ആദ്യമായിട്ട് ഞാൻ എഴുതുന്നത്. അത് എഴുതിയതിന് ശേഷം ഒരുപാട് പ്രോത്സാഹനങ്ങൾ എൻ്റെ ലേഖനങ്ങളെക്കുറിച്ച് എനിക്ക് കത്തുകളിലൂടെയും ബൈ ഫോണും ഒക്കെ എനിക്ക് വരാൻ തുടങ്ങി. മാത്രമല്ല, നമ്മുടെ ശാലോമിലെ ബെന്നി ബ്രദറും സ്റ്റെല്ല സിസ്റ്ററും എനിക്ക് പേഴ്സണലായിട്ടുള്ള എൻകറേജ്മെൻറ്റ് തന്നു. അങ്ങനെയാണ് ഞാൻ നിരന്തരം എഴുതാനുള്ള ഒരു പ്രചോദനം എനിക്കുണ്ടായത്. ശരിക്കും താങ്കളുടെ കവിതകൾ ശാലോമിൻ്റെ മാഗസിനിലൂടെ ഞങ്ങൾ വായിച്ചിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ഏറ്റവും കൂടുതൽ ഇന്ന് ലോകമാകെ താങ്കളുടെ കവിതകളും ലേഖനങ്ങളും അറിയപ്പെടുന്നത്, ഞങ്ങൾ കാണുന്നത്, വായിക്കുന്നത്, അതുപോലെ തന്നെ താങ്കളുടെ നല്ല കവിതകൾ ഞങ്ങൾ കൂടുതലും കേട്ടിട്ടുള്ളത് ഇമെയിൽ വഴിയാണ് ഞങ്ങൾക്ക് ലഭിക്കാറുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു 5000 അടുപ്പിച്ച് ആൾക്കാർക്ക് താങ്കൾ അയക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സത്യമായിട്ടും ഞാൻ ഒരു 5000-ഓളം പേർക്കാണ് ഇപ്പോൾ എൻ്റെ കവിതകൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻ്റർനെറ്റിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് പലരും വായി തോരാതെ സംസാരിക്കാറുണ്ട്. എന്നാൽ അതിൻ്റെ ഗുണവശത്തെക്കുറിച്ച് പലരും ചിന്തിക്കാറില്ല എന്നുള്ളതാണ് വശം. ഞാൻ അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് നോക്കിയിട്ട് നമ്മുടെ മനസ്സിലുള്ള ആശയം കവിതാ രൂപത്തിൽ എഴുതി 5000-ഓളം പേർക്ക് ഞാൻ അയച്ചു കൊടുക്കുന്നു. ഈ 5000 പേരും എൻ്റെ ഡയറക്റ്റ് സുഹൃത്തുക്കളൊന്നുമല്ല, എനിക്കറിയാത്തവരാണ് 95% പേരും. പക്ഷേ അതിലൂടെ എനിക്കിന്ന് ഒരുപാട് സൗഹൃദം ഉണ്ടാക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ശരിക്കും ഈ 5000-ൽ നിന്നും ഈ 5000 പേര് തന്നെ മറ്റു 5000 പേർക്ക് ഓരോരുത്തരും 5000 പേർക്ക് അയച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കവിത. ഞങ്ങളുടെ സമിതികളിൽ, ഞങ്ങളുടെ സംഘടനകളിൽ ഒക്കെ താങ്കളുടെ കവിതകൾ വായിക്കപ്പെടാറുണ്ട്. പക്ഷെ അതിൽ എനിക്ക് താല്പര്യമുള്ള, ഇപ്പോൾ നമ്മൾ മാതാവിൻ്റെ നിരവധി കവിതകൾ താങ്കൾ രചിച്ചിട്ടുണ്ട്. നല്ല ഭക്തി ഗാനങ്ങളുടെ വരികൾ ഞാൻ അതിൽ കണ്ടിട്ടുണ്ട്. പലതും ട്യൂൺ ചെയ്ത് പാട്ടായിട്ട് വന്നിട്ടുണ്ട്. എനിക്കും ശാലോം ടിവിക്ക് വേണ്ടി താങ്കൾ എഴുതിയ ഒരു കവിത പാട്ടും വന്നിട്ടുണ്ട് തോന്നുന്നു. ഞാൻ ശാലോം ടിവിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതായത് ജപമാലയെക്കുറിച്ച്. കഴിഞ്ഞ സെപ്റ്റംബർ മാസം മുതൽ അത് ഇടയ്ക്കിടയ്ക്ക് അതിൽ ഏതാണോ ആ പാട്ട്? പാട്ടിൻ്റെ ആദ്യത്തെ വരി പറയാൻ പറ്റുമോ? ജപമാല കൈകളിലേന്തി നിൻ പൈതങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നില്ല. അതാണ്, അത് ഒരു കൊച്ചുകുട്ടിയുടെ കഥയാണ് അതിലൂടെ ചിത്രീകരിച്ചിട്ടുള്ളത്. ശരിക്കും നമ്മൾ ഈ മരിയൻ ഭക്തർ, അതിൽ നമ്മൾ ക്രിസ്ത്യൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ കൊന്ത വഴി, ജപമാല വഴി തന്നെയാണ് മാതാവിലേക്ക് അടുക്കപ്പെടുന്നത്. ശരിക്കും ജീവിതത്തിൽ, താങ്കളുടെ ജീവിതത്തിൽ ഇത്രയും ഡീപ്പായിട്ട് താങ്കൾ പോയി എന്ന് പറയുന്നു. ഈ മാതാവിൻ്റെ അനുഭവം എങ്ങനെയാണ് താങ്കൾക്ക് ഉണ്ടായിട്ടുള്ളത്? അതിൽ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സംഭവം, ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഇവിടെ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ അവിടെ കുറേ ലേബറേഴ്സ് ഉണ്ടായിരുന്നു. 250-250ഓളം ലേബറേഴ്സ്. ഞാനാണെങ്കിൽ അക്കൗണ്ട്സ് മാനേജറാണ്. ഞാൻ ഈ ലേബറേഴ്സുമായിട്ട് നല്ലൊരു സൗഹൃദം കീപ്പ് ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് എല്ലാ ദിവസവും വൈകിട്ട് ഒരു ഈവനിങ് വാക്ക് ഞങ്ങൾ പതിവുണ്ട്. അതിൽ ഏതാനും നല്ല സുഹൃത്തുക്കളുമായിട്ട്, അത് ക്രിസ്ത്യാനികൾ മാത്രമൊന്നുമല്ല, മറ്റ് ജാതി മതസ്ഥരുമുണ്ട്.
അവരുമായി ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാനൊരിക്കൽ അവരോട് പറഞ്ഞു, നമ്മൾ വെറുതെ സംസാരിച്ച് നേരം കളഞ്ഞ് നടന്നിട്ട് കാര്യമില്ല, അതിനേക്കാളും ഒരു ജപമാലയും കൂടി ചൊല്ലി പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് കാര്യം നടക്കും. ശരിക്കും നല്ലൊരു മാർഗ്ഗമാണ്. എന്തായാലും നമ്മൾ ഈ തിരക്കിൻ്റെ ഇടയിൽ പലപ്പോഴും നമുക്ക് കൊന്തെത്തിക്കാൻ സമയം കിട്ടാറില്ല. അപ്പം ഇങ്ങനെയുള്ള ഈ ഈവനിങ് വാക്കിലെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ള നല്ലൊരു കാര്യമാണ്. തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അവർക്ക് അതിൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൊടുക്കാനും കൂടിയാണ് ഞാനത് ചെയ്തത്. അങ്ങനെ ഞാനത് ജപമാല ചൊല്ലാൻ തുടങ്ങി. എല്ലാ ദിവസവും പതിവായിട്ട് നടക്കാൻ തുടങ്ങിയതിന് ശേഷം വളരെയധികം മാനസികമായും എല്ലാ തരത്തിലും നമുക്കൊരു പവർ ഞാൻ ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഏതാനും മാസങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1.5 വർഷത്തിന് ശേഷം, അവിചാരിതമായി ഞാൻ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെടുകയാണ്. അതുവരെ ആ കമ്പനിയിൽ ഏറ്റവും നല്ല സ്റ്റാഫ് എന്ന കോംപ്ലിമെൻ്റ് വരെ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. ആ സമയത്താണ് ആ കമ്പനി എന്നെ ടെർമിനേറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും എല്ലാവരും മാനസികമായി തകരുന്ന ഒരു അവസരമാണ്. പക്ഷേ എനിക്കെന്തോ മനസ്സിൽ ഭയങ്കര ശക്തി, മനസ്സിലൊരു ഉറച്ച വിശ്വാസം, മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സാക്ഷിക്ക് അറിയാം. പിന്നെ ഞാനെന്തിനെ പേടിക്കണം? ദൈവഹിതം അത്ഭുതകരമായി അവിടെ സംഭവിച്ചു എന്നുള്ളതാണ്. നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം എനിക്ക് അതിലും നല്ല ജോലി കിട്ടാണ്. ശരിക്കും നമ്മുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഇത്രയും വേഗം താങ്കൾ കിട്ടി, ഈ ഒരു അനുഗ്രഹം കിട്ടിയതിൻ്റെ കഥ പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മളിവിടെ ജോലി നഷ്ടപ്പെട്ട് ഒരുപാട് നമ്മുടെ ഈ സമൂഹത്തിൽ ഒത്തിരി ആൾക്കാരുണ്ട്, തൊഴിലാളികളുണ്ട്, എല്ലാ ഭാഗത്തിലും. ഇപ്പം കോപ്പറേറ്റീവ് ലെവലിലുള്ള ഒരാൾക്കാരായാലും വളരെ താഴേക്കടയിലുള്ള ആൾക്കാരും അങ്ങനെ ഒത്തിരി പേര് ഉണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു പ്രാർത്ഥനയിലോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ജോലി നഷ്ടപ്പെട്ട് നിൽക്കുന്നവർക്ക് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എളുപ്പം ജോലി കിട്ടാൻ സാധിക്കും. അത് സാധിച്ചതിൻ്റെ ഒരു ഉദാഹരണമാണ് താങ്കൾ ഈ പറഞ്ഞത്. അല്ല, അത് ജോലി കിട്ടുക എന്നുള്ളതിന് ഉപരി ഞാൻ കാണുന്നത് മനസ്സിലെ ഒരു ധൈര്യം. കാരണം മനസ്സ് തകർന്നു കഴിഞ്ഞാൽ, പതറിക്കഴിഞ്ഞാൽ മനുഷ്യൻ 10 കാശിന് കൊള്ളില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അന്ന് എൻ്റെ ജോലി നഷ്ടപ്പെട്ട എൻ്റെ സാഹചര്യം കൂടി മനസ്സിലാക്കണം. എൻ്റെ വീട് പണി തുടങ്ങിയിട്ടുള്ളൂ. ഒരു വീട് പണി തുടങ്ങിയിട്ട് 1-2 മാസത്തിനുള്ളിൽ എൻ്റെ ജോലി നഷ്ടപ്പെടുമ്പോൾ ആരായാലും തകർന്നു പോകും. പലരും എന്നെ നിരുത്സാഹപ്പെടുത്താൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. എവിടെ പോയി നിന്റെ ദൈവം എന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. പക്ഷെ അവരോട് ഒന്നേ ഞാൻ പറഞ്ഞുള്ളൂ, എൻ്റെ ദൈവം എൻ്റെ കൂടെ തന്നെയുണ്ട്. അത് ഞാൻ തെളിയിച്ചു കൊടുത്തു. ഞാനല്ല, ദൈവം തെളിയിച്ചു കൊടുത്തു. പിറ്റേ ദിവസം അതിലും നല്ല ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡബിൾ സാലറി വിത്ത് ഓൾ അലവൻസസ്, ഇയർലി 2 ടിക്കറ്റ്, അങ്ങനെയൊക്കെയുള്ള. ശരിക്കും പറഞ്ഞാൽ ജപമാലയുടെ ആ ഒരു അനുഗ്രഹമാണ്. താങ്കൾ പ്രാർത്ഥിക്കുന്ന ജപമാല, താങ്കൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, താങ്കളുടെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ശരിക്കും നമ്മൾ കുടുംബത്തിൽ നമ്മൾ കൊന്ത എത്തിക്കാറുണ്ട്. ഈ കൊന്തയുടെ അനുഗ്രഹം ശരിക്കും നമ്മൾ പലരും പറയും വീട്ടിലിരുന്നവർ പ്രാർത്ഥിക്കുന്നവർക്ക് എവിടെ എനിക്ക് ഈ പ്രവാസത്തിരിക്കുന്ന എനിക്ക് എവിടെ ഈ അനുഗ്രഹം കിട്ടുക. പക്ഷെ ശരിക്കും നമ്മൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാൽ മതി, അനുഗ്രഹം താനെ ഇങ്ങനെ എത്തിക്കൊണ്ടു. തീർച്ചയായിട്ടും നമ്മുടെ മനസ്സാണ് ദൈവം. നമ്മൾ മനസ്സറിഞ്ഞ് എവിടെ വെച്ച് പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. പക്ഷെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, അതാണ് പലപ്പോഴും ഇല്ലാത്തൊരു കാര്യം. ശരിക്കും ഏറ്റവും കൂടുതൽ നിങ്ങൾ ഈ പ്രാർത്ഥന സമയത്ത് കൊന്ത എത്തിക്കാറുണ്ട്. അത് പോയിട്ട് മനസ്സിൽ ഇപ്പോഴും പതിഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥന ഏതാണ്? മാതാവിൻ്റെ പ്രാർത്ഥന. മാതാവിൻ്റെ പ്രാർത്ഥനയിൽ ഏറ്റവും നല്ല പ്രാർത്ഥന നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥനയാണ്. അത് മാത്രം മതിയല്ലേ? അതിൽ എല്ലാതും ഉണ്ടല്ലോ. നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ബൈബിളിലെ ഏറ്റവും സംക്ഷിപ്തമായൊരു രൂപമാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ഏറ്റവും നല്ല പ്രാർത്ഥന എന്നാണ് എൻ്റെ മനസ്സിലുള്ള വിശ്വാസം. എന്തായാലും നല്ല ജീവിത അനുഭവങ്ങൾ, മാതാവിനെ കുറിച്ചുള്ള നല്ല അനുഭവങ്ങളാണ് താങ്കൾ പങ്കുവച്ചത്. ഇനിയും താങ്കൾക്ക് നിരവധി ഇതുപോലെ തന്നെ ഈ പ്രവാസ ലോകത്ത്, ഈ ലോകം എങ്ങും താങ്കളുടെ കവിതകളും അതുപോലെ ഭക്തിഗാനങ്ങളും, ഇപ്പോൾ താങ്കൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ ഈ ക്രിസ്തീയ രംഗത്ത് താങ്കളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ വളരെ മികച്ച നിലയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാതാവിൻ്റെ നമുക്ക് പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക. എന്തായാലും ഈ ഞങ്ങളുടെ ഈ ആവേ മരിയയുടെ അതിഥിയായിട്ട് വന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. എനിക്കും ഒത്തിരി സന്തോഷമുണ്ട്. എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആണിത്. കാരണം നമ്മൾ സാധാരണ ഒരു മനുഷ്യനാണ്. എന്നെ ഈ വേദിയിലേക്ക് വിളിച്ചു എന്നുള്ളത് തന്നെ
എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യം. ആവേ മരിയയ്ക്ക് വലിപ്പച്ചെറുപ്പമില്ല, മാതാവിനും വലിപ്പച്ചെറുപ്പമില്ല. മാതാവ് താഴേക്കിടയിലുള്ളവർക്കും വലിയവർക്കും എല്ലാവർക്കും മാതാവിന് തുല്യ സ്നേഹമേ ഉള്ളൂ. മാതാവ് എന്നല്ല, നമ്മളെ എല്ലാ ദൈവങ്ങളും, നമ്മൾ പ്രാർത്ഥിക്കുന്ന എല്ലാ ദൈവങ്ങൾക്കും മനുഷ്യരോട് തുല്യമായ ഒരു സ്നേഹമേ ഉള്ളൂ. ആ സ്നേഹം നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മൾ പറയും നമുക്ക് ഇന്ന ദൈവം മാത്രമേ എനിക്ക് തരുന്നുള്ളൂ, ഇന്ന ദൈവം മാത്രമേ തരുന്നുള്ളൂ. അങ്ങനെയല്ല, എല്ലാ ദൈവങ്ങളോടും നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹങ്ങൾ നൽകുന്ന ദൈവമാണ് നമ്മോടൊപ്പം ഉള്ളത്. ഞാനും അതിൽ വിശ്വസിക്കുന്ന ആളാണ്. എന്തായാലും വളരെ സന്തോഷമുണ്ട് ശ്രീ പോൾസൺ പവററ്റി. ഇനിയും ഇതുപോലെ താങ്കളുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്.